മിശിഹായേ പ്രതിതൻ ജീവൻ ബലിയർപ്പിച്ച പരിശുദ്ധൻ മോർഗി വറുകി സഹതാതൻ. പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈശ്വര ചിന്ത കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നാടാണ് നമ്മുടെ ഭാരതം. ഈ ഭൂമിയിലുടനീളം അനേകം ദൈവവിശ്വാസികൾ വ്യത്യസ്തങ്ങളായ ദൈവത്തെ ആരാധിക്കുന്നവരും വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നവരും വിവിധങ്ങളായ മതവിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുമുണ്ട്. അപ്പോൾ തന്നെ ഈശ്വര വിശ്വാസികളും നിരീശ്വര വിശ്വാസികളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ മതങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള മതസങ്കല്പങ്ങളുണ്ട്, വിശ്വാസ സംഹിതകളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് നമ്മളൊക്കെ അഭിമാനിക്കുന്നത്. സത്യത്തിൽ ഈ ആർഷഭാരത സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭാരതത്തിൽ ദൈവചിന്ത ഉത്തരോത്തരം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഭാരതീയരുടെ ദൈവസങ്കല്പങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശംസയും മാതൃകയുമാണ് നാം കണ്ടെത്തുന്നത്. മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ തരത്തിലാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഓരോ മതങ്ങൾക്കും വ്യത്യസ്തമായ ദൈവസങ്കല്പമുണ്ട്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും വ്യക്തമായി ഉത്തരം നൽകുന്നത് ദൈവത്തിന്റെ വചനമായ വിശുദ്ധ വേദപുസ്തകമാണ്. യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ നിർവചനമാണ്. ദൈവം ആശ്വാസദായകനാണ്. ആശ്വാസദായകനായ ദൈവത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്. 40-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവം അകൃത്യങ്ങൾ മോചിക്കുന്നവനാണ്. ജീവിതത്തിൽ നാം ചെയ്തു പോയിട്ടുള്ള അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവൻ, മോചിക്കുന്നവനാണ് ദൈവമെന്ന് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 40-ാമത്തെ സങ്കീർത്തനത്തിന്റെ 3-4 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അല്പം കൂടി വ്യത്യസ്തമായിട്ട് ദൈവത്തെ നമുക്ക് സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുത്തി തരുന്നു. ദൈവം വഴികളെ നിരപ്പാക്കുന്നവനാണ്. മനുഷ്യ ജീവിതത്തിലെ വഴികളെ നിരപ്പാക്കി തരുന്നവൻ, സമാധാനപൂർണമാക്കി തരുന്നവനാണ് ദൈവമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു. 40-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അല്പം കൂടി വ്യത്യസ്തമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള നിർവചനം കണ്ടെത്താൻ സാധിക്കും. ദൈവം മഹത്വമുള്ളവനാണെന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. 40-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്നു, ദൈവം നിത്യനാണ്, എന്നേക്കും നിലനിൽക്കുന്നവനാണ്. ദൈവവും ദൈവചിന്തയും നശ്വരമാണെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന മഹത്വാനായ ദൈവത്തെയാണ് സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുത്തി തരിക. 10-ാമത്തെ സങ്കീർത്തനം പരിശോധിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം ബലശാലിയാണെന്നാണ്. ഈ പ്രപഞ്ചത്തിലെ ബലശാലി എന്ന് പറയുന്നത് ദൈവമാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് മറ്റൊരിടത്ത് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ബലശാലിയായ ദൈവത്തെക്കുറിച്ച് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. 10-ാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ അല്പം കൂടി വ്യത്യസ്തമായി കൂലിയും പ്രതിഫലവും നൽകുന്നവനാണ് ദൈവമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ അധ്വാനങ്ങളെ വിലമതിക്കുന്നവൻ, നിന്റെ
ത്യാഗങ്ങളെ മനസ്സിലാക്കുന്നവൻ, നിന്റെ ജീവിതത്തിലെ പരിശ്രമങ്ങളെ ശ്രേഷ്ഠമായി എണ്ണുന്നവൻ, അവൻ നിന്റെ അധ്വാനങ്ങൾക്ക് കൂലിയും പ്രതിഫലവും നൽകുന്നു എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. 11-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോ വലിയ ഇടയനാണ് ദൈവം എന്നാണ് സങ്കീർത്തനക്കാരൻ വിശേഷിപ്പിക്കുന്നത്. ദൈവം സകലത്തെയും നയിക്കുന്നവനാണ്. മുമ്പേ നടന്ന് സർവത്തെയും നന്മയിലേക്ക് നയിക്കുന്ന ദൈവത്തെക്കുറിച്ച് സ്തുതിച്ച് പ്രകീർത്തിക്കുകയാണ് സങ്കീർത്തനക്കാരൻ. 12-17 സങ്കീർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ വളരെ മനോഹരമായി ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം സർവശക്തനാണെന്നാണ്. ഗോഡ് ഈസ് ഓൾ മൈറ്റി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ളവൻ ദൈവമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ശക്തി ലഭിക്കുന്നു. സർവശക്തനായ ദൈവം മനുഷ്യന്റെ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും മനോവേദനകൾക്കും പരിഹാരം നൽകാൻ കഴിവുള്ളവനാണെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിലും ചുറ്റുപാടുകളിലും ശക്തിക്ഷയം സംഭവിച്ചു പോയി എന്ന് നിരാശപ്പെടുന്നുണ്ടെങ്കിൽ സങ്കീർത്തനക്കാരൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. ഓംനിപൊട്ടന്റ് ഗോഡ്. ദൈവം സർവശക്തനാണ്. 13-14 സങ്കീർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്നത് ദൈവം സർവജ്ഞാനിയാണെന്നാണ്. സകലത്തെയും അറിയുന്നവനാണ് ദൈവം. മനുഷ്യന്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ, മനുഷ്യന്റെ നിരൂപണങ്ങളെ അറിയുന്നവൻ, മനുഷ്യന്റെ വിചാരങ്ങളെ ഗ്രഹിക്കുന്നവൻ, അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സർവജ്ഞാനിയാണ്. ഗോഡ് ഈസ് ഓംനിഷ്യന്റ്. സർവത്തെയും അറിയുന്നവനാണ്. 21-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്ന് ആ സങ്കീർത്തന ഭാഗം വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം സർവവ്യാപിയാണെന്നാണ്. ഓംനി പ്രസന്റ്. എല്ലായിടത്തും ഓടിയെത്തുന്ന ദൈവം. ഗോഡ് ഈസ് എവരിവെയർ. എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പൂവിലും പൂമ്പാറ്റയിലും പുഴുവിലും തുരുമ്പിലും ഒരുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു വിശ്വാസി ഹൃദയത്തിന് കണ്ടെത്താൻ സാധിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം എല്ലായിടത്തുമുണ്ട്. 22-ാമത്തെ സങ്കീർത്തനം പരിശോധിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ സ്തുതിച്ച് പാടുകയാണ്. ദൈവം അത്യുന്നതനാണ്. മനുഷ്യനും മനുഷ്യന്റെ വിചാരങ്ങൾക്കും പ്രകൃതിക്കും മുകളിലും ഉയർന്നു നിൽക്കുന്നവനാണ് ദൈവം. അവൻ അത്യുന്നതനാണ്. 23-24 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്നു ദൈവം സകലവും ഭംഗിയായി ചിട്ടപ്പെടുത്തുന്നവനാണ്. സകലത്തെയും ക്രമപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ നാം വായിച്ച് ധ്യാനിക്കുന്നത്. 26-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സകലത്തെയും നിയന്ത്രിക്കുന്നവനായ നിയന്താതാവായ ദൈവത്തെക്കുറിച്ചാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത്. മനുഷ്യനെയും സർവചരാചരങ്ങളെയും പ്രകൃതിയെയും കടലിനെയും സമുദ്രത്തെയും കുന്നുകളെയും പർവ്വതങ്ങളെയും എല്ലാം ഒരുപോലെ നിയന്ത്രിക്കുന്ന അത്ഭുതവാനായ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 27-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മെ ശ്രദ്ധിക്കുന്ന ദൈവത്തെക്കുറിച്ച് വാചാലമാവുകയാണ് സങ്കീർത്തനക്കാരൻ. നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നവൻ, നിനവുകളെ ശ്രദ്ധിക്കുന്നവൻ, ചിന്തകളെ ശ്രദ്ധിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളെ, വേദനകളെ, ആകുലതകളെ, ഉത്കണ്ഠകളെ മനസ്സിലാക്കുന്നവനാണ് ദൈവം. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നമ്മുടെ വിചാരങ്ങളെ
അവൻ ശ്രദ്ധയോടെ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. സർവത്തിനും പ്രതിഫലം നൽകുന്നവനായി ദൈവം നമ്മളോടുകൂടെ വർത്തിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ആദ്യോടന്തം ദൈവത്തിന്റെ മഹിമയെക്കുറിച്ചാണ് നാം വായിക്കുക, ഗ്രഹിക്കുക, ധ്യാനിക്കുക. ദൈവവചനത്തിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള ഈ നിർവചനങ്ങളെ ഹൃദയത്തിലേറ്റെടുക്കാൻ, നമ്മുടെ ബോധതലങ്ങളെ അത് ത്രസിപ്പിക്കാൻ, മനസ്സിന് ശാന്തതയും ജീവിതത്തിൽ സമാധാനവും നൽകുവാൻ ദൈവത്തിന്റെ വലിയ ചിന്ത എനിക്കും നിങ്ങൾക്കും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ദിനവും മനോഹരമായ ഒരു പ്രഭാതകാലവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗങ്ങളിൽ ശ്രേഷ്ഠമതാ തീർത്തൊരു മാശിഹ കർത്താവേ, നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞങ്ങൾ. സ്വർഗങ്ങളിൽ ശ്രേഷ്ഠമതാ തീർത്തൊരു മാശിഹ കർത്താവേ, നിൻ തിരുനാമം